ആശാസമരത്തിന് കൊടുക്കുന്ന പ്രാധാന്യം പോലും ഒഴിവാക്കിക്കൊണ്ട് ഈ സിനിമ കാണാനായിട്ട് സമയം കണ്ടെത്തി. ഇതൊക്കെ വടക്കേ ഇന്ത്യയിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ ഈ പ്രബുദ്ധരായ മലയാളികൾ ഇത്ര നാളും മൂഢസ്വർഗത്തിൽ ജീവിക്കുകയാണ്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമ, അതിലെ കൈതേരി സഹദേവൻ എന്ന കഥാപാത്രത്തിന് നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവുമായിട്ട് സാദൃശ്യമുണ്ട്. പ്രധാനപ്പെട്ട വില്ലൻ കഥാപാത്രത്തിൻ്റെ പേര് അടക്കമുള്ള കാര്യങ്ങൾ ഭേദഗതി ചെയ്യാം, പരിഷ്കരിക്കാം എന്ന് സമ്മതിച്ചു. പേപ്പട്ടി സ്വഭാവക്കാരായിട്ടുള്ള നേതാക്കന്മാർക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ എന്ന് വിചാരിച്ചു. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾ ഒറ്റപ്പെട്ടതാണെന്നോ അല്ലെങ്കിൽ തികച്ച് യാദൃശ്ചികമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ സിനിമയ്ക്ക് വലിയ ഒരു ഹൈപ്പ് ആദ്യം മുതലുണ്ടായിരുന്നു. മോഹൻലാലിൻ്റെ സിനിമ ലൂസിഫറിൻ്റെ 2ാം ഭാഗം എന്നൊക്കെ രീതിയിൽ വലിയ പ്രാധാന്യം ആദ്യമേ കിട്ടിയിരുന്നു. ഒരുപാട് പേർ ഈ സിനിമ കാണാനായിട്ട് കാത്തിരിക്കുകയും അതിനു വേണ്ടിയിട്ട് ടിക്കറ്റ് മുൻകൂറായിട്ട് ബുക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് മറ്റ് പല കേന്ദ്രങ്ങളിൽ നിന്ന് അത്ര ഗംഭീര സിനിമയൊന്നും ആയിരിക്കില്ല എന്ന രീതിയിലുള്ള പ്രതിപ്രചരണവും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനൊക്കെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു റെസ്പോൺസാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. ഇതിൽ അമിത്ഷാ, നരേന്ദ്രമോദി മുതലായ ആളുകളെ വില്ലന്മാരുടെ ഭാഗത്താണ് നിർത്തിയിട്ടുള്ളത് എന്നൊക്കെയുള്ള പ്രചരണം പെട്ടെന്ന് തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ കൂടെ അലയടിച്ചു. മുഖ്യധാര മാധ്യമങ്ങൾക്ക് പോലും ഇതിനെ അവഗണിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. ടെലിവിഷൻ ചാനലുകളും വർത്തമാന പത്രങ്ങളൊക്കെ ഏറ്റുപിടിച്ചു. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവരുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വവും കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും എം.വി. ഗോവിന്ദനും മറ്റാളുകളൊക്കെ മധുര പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയമാണ്. അതിൻ്റെ തിരക്കുകൾ പോലും മാറ്റിവെച്ച് ആശാസമരത്തിന് കൊടുക്കുന്ന പ്രാധാന്യം പോലും ഒഴിവാക്കിക്കൊണ്ട് ഇവരൊക്കെ ഈ സിനിമ കാണാനായിട്ട് സമയം കണ്ടെത്തി. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ മനുഷ്യനെ ഏത് രീതിയിൽ സിനിമ എടുക്കണം എന്ന് ഇനി മേലിൽ തീരുമാനിക്കുന്നത് ഒന്നുകിൽ സംഘപരിവാറായിരിക്കും, അല്ലെങ്കിൽ ജിഹാദി പരിവാറായിരിക്കും, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പരിവാറായിരിക്കും എന്നുള്ളതാണ് ഇതിൽ ഇപ്പോൾ ആത്യന്തികമായിട്ട് ഉണ്ടായി വന്നിട്ടുള്ള ഒരു കാര്യം. ഏത് സിനിമ എടുക്കുമ്പോഴും ഇതിൽ ഇന്ന ഭാഗം ഇന്ന പാർട്ടിയെ ഇന്ന രീതിയിൽ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇന്ന കഥാപാത്രത്തിന് ഇന്ന നേതാവിൻ്റെ ഛായയുണ്ട്, അല്ലെങ്കിൽ ആ ഡയലോഗിന് ഇന്ന ആൾ ഇന്ന സമയത്ത് പറഞ്ഞ് ഇന്ന കാര്യവുമായിട്ട് വിദൂരമായ സാദൃശ്യം ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഏത് സിനിമയും സിനിമാ കോട്ടയിൽ എത്തുന്നതിന് മുമ്പായിട്ട് കലാപം ഉണ്ടാക്കാം, തിയേറ്റർ കത്തിക്കാം. ഇതൊക്കെ പണ്ട് വടക്കേ ഇന്ത്യയിൽ മാത്രമേ നടത്തിരുന്നു. ചില പ്രത്യേക സിനിമകൾ വരുന്നതിന് മുമ്പ് ചില സമുദായ സംഘടനകൾ അതിനെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ച സംഭവമൊക്കെ നമുക്കറിയാം. പത്മാവത് എന്ന സിനിമ വരുന്ന സമയത്ത് രജപുത്രന്മാരുടെ സംഘടന ഈ സിനിമ ഒരു ചരിത്ര കഥാപാത്രത്തെ മോശക്കാരിയായിട്ട് അവതരിപ്പിക്കുന്നതായിരിക്കും എന്ന സങ്കല്പത്തിൽ, എന്ന ഊഹത്തിൽ അതിനെതിരായിട്ട് സമരം ഉണ്ടാക്കി നമുക്കറിയാം. ചില പ്രത്യേക സമുദായക്കാർ ചില പ്രത്യേക സിനിമയ്ക്കെതിരെ കലാപം അഴിച്ചുവിട്ടായിട്ട് അറിയാം. ഇതൊക്കെ വടക്കേ ഇന്ത്യയിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ ഈ പ്രബുദ്ധരായ മലയാളികൾ ഇത്ര നാളും മൂഢസ്വർഗത്തിൽ ജീവിക്കുകയായിരുന്നു. ഇവിടെ മുമ്പും ചില സിനിമകൾക്കെതിരായിട്ട് അപ്രഖ്യാപിതമായ വിലക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ TP 51 വെട്ട് എന്ന സിനിമ, അതല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമ, അതിലെ കൈതേരി സഹദേവൻ എന്ന കഥാപാത്രത്തിന് നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവുമായിട്ട് സാദൃശ്യമുണ്ട്. സാദൃശ്യം ശരിക്കും ഉണ്ടായിരുന്നു എന്ന കാരണത്തിൽ ആ സിനിമയ്ക്കെതിരെ വലിയ ഭീഷണിയും ആക്രോശങ്ങളൊക്കെ ഉണ്ടായതാണ്. പക്ഷേ അതിനെയൊക്കെ കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള ഒരു പ്രചരണവും പ്രതികരണവുമാണ് ഈ സിനിമയ്ക്കുണ്ടായത്. ഈ സിനിമ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ സിനിമയ്ക്ക് വലിയ പിന്തുണ പ്രഖ്യാപിച്ചു. പക്ഷേ സിനിമയുടെ അണിയറ ശില്പികൾ വരണ്ടുപോയി എന്നുള്ളതാണ് സത്യം. ഈ സാമൂഹ്യ മാധ്യമത്തിൽ മാത്രമേ പ്രതിഷേധം ഉണ്ടായുള്ളൂ. ആരും സിനിമാ കോട്ടയുടെ മുമ്പിൽ പ്രതിഷേധിച്ചില്ല, കരിങ്കുടി കാണിച്ചില്ല. കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ച നടന്മാരെയോ അല്ലെങ്കിൽ സാങ്കേതിക വിദഗ്ധന്മാരെയോ സംവിധായകരോ ഒന്നും ഉപരോധിക്കുകയൊന്നും ചെയ്തില്ല. ഇവരെ വഴി നടത്തുകയില്ല എന്ന് പ്രഖ്യാപിച്ചില്ല. പക്ഷേ ഇതൊന്നുമില്ലാതെ തന്നെ ഇവർ ഭയചകിതരായിട്ട് മാറുകയും ഈ പ്രതിഷേധിച്ച സംഘപരിവാർ ശക്തികൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ സിനിമയിൽ വരുത്താം എന്നവർ സമ്മതിക്കുകയും ചെയ്തു. അതായത് ട്രെയിൻ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ, അല്ലെങ്കിൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ, അതല്ലെങ്കിൽ ആ ഒരു പ്രധാനപ്പെട്ട വില്ലൻ കഥാപാത്രത്തിൻ്റെ പേര് അടക്കമുള്ള കാര്യങ്ങൾ ഭേദഗതി ചെയ്യാം, പരിഷ്കരിക്കാം എന്ന് സമ്മതിച്ചു. ഇത് പണ്ട് മണിരത്നത്തിൻ്റെ ബോംബെ എന്ന സിനിമ റിലീസായപ്പോൾ ശിവസേന മേധാവിയായിരുന്ന ബാൽ താക്കറെ സിനിമ കണ്ട് നിർദ്ദേശിച്ച മാറ്റങ്ങൾ വരുത്താനായിട്ട് മണിരത്നം തയ്യാറായി. അന്നൊക്കെ നമ്മളിത് മഹാരാഷ്ട്രയിൽ മാത്രമേ നടക്കുള്ളൂ, അല്ലെങ്കിൽ ബാൽ താക്കറെ പോലെയുള്ള പേപ്പട്ടി സ്വഭാവക്കാരായിട്ടുള്ള നേതാക്കന്മാർക്ക് മാത്രമേ
ഇത് സാധിക്കുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ 21-ാം നൂറ്റാണ്ടിൽ 2025-ാം ആണ്ടിലും ഇതൊക്കെ നടക്കും എന്ന് തെളിയിച്ചു എന്നതാണ്. അപ്പോൾ ഇത് വലിയൊരു അവസരമാണ്. ഇനിമേലിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ, മുസ്ലിം ലീഗിൻ്റെ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ, CPI, മാർക്സിസ്റ്റിൻ്റെ ഒക്കെ നേതാക്കന്മാർക്ക് ഇതുപോലുള്ള അധികാരങ്ങൾ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ സെൻസർ ബോർഡിൻ്റെ മീതെ ഇവരായിരിക്കും ഒരു സൂപ്പർ സെൻസർ ബോർഡായിട്ട് പ്രവർത്തിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും സംഘപരിവാർ തുടങ്ങി വച്ച ഈ സാംസ്കാരിക വിപ്ലവം വൈകാതെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കും, സമുദായ സംഘടനകൾ ഏറ്റെടുക്കും. ഇത് വലിയ വിജയത്തിലേ കലാശിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും അവകാശമില്ല.